നമ്മളിപ്പോൾ എവിടെയൊക്കെയാണ്? നമ്മളിപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇങ്ങോട്ടാണ് നമ്മളെ യാത്ര. നമ്മൾ കാലടി പ്ലാന്റേഷൻ. പിന്നെ എൻ്റെ കൂടെ നമുക്ക് വെള്ളച്ചാട്ടം ഉണ്ടല്ലോ. വെള്ളച്ചാട്ടപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടായിരിക്കും നമ്മൾ വരുന്നത്. പിന്നെ വേറൊന്നും കൂടെ നമ്മൾ പറ്റുമെങ്കിൽ അവിടെ കൂടെ പോയിട്ട് നമ്മൾ അതാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ നമ്മളിപ്പം നമ്മളെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു പുതിയൊരു യാത്ര നമ്മൾ രണ്ടുപേരുമായിട്ട് ഞാനും കൂടെ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ എങ്ങോട്ടാണ്? നമ്മൾ ചാലക്കുടി ചെന്നിട്ട് കാലടി പ്ലാന്റേഷൻ, അവിടുന്ന് പിന്നെ നമ്മൾ ആതിരപ്പള്ളിയിലോട്ട് പോകണം. പിന്നെ പറ്റുമെങ്കിൽ വേറെ സ്ഥലം കൂടെ അതിപ്പോൾ നമ്മൾ പറയുന്നില്ല, അത് അതിനകത്ത് വീഡിയോക്കകത്ത് വരുന്നതായിരിക്കും. എല്ലാവരും ആ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. ബൈ. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ஆனால் ഇപ്പം സമയം വന്നിട്ട് 2:45. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ കാലടി പ്ലാന്റേഷനിൽ പോകാൻ വന്നതാണ്. അപ്പം 5 മണിക്കാണ് നമ്മളെ ബസ്സുള്ളത്. ഇപ്പം നമ്മൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നമ്മളിത് ഇനിയിപ്പം KSRTC നമ്മൾ അങ്ങോട്ട് പോകാൻ. ഇനിയിപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ചാണ് നമ്മൾ ഇവിടെ നിന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും വിഷ്ണു കൂടി. ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ മാത്രമേ, വേറെ ആരുമില്ല സ്റ്റേഷനിൽ. ഇപ്പോൾ ആരുമില്ല, ഏകദേശം നല്ല ഇരുട്ടാണ് നമുക്ക്. പക്ഷെ ട്രെയിൻ ഇങ്ങോട്ട് വന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു അൺറിസർവ്ഡ് കോച്ച് എക്സ്പീരിയൻസ്? നല്ല ഇതുണ്ടായിരുന്നു, ആ ജനം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച് എന്നുവെച്ചാൽ ആള് കുറവായിരിക്കും എന്ന് വിചാരിച്ചാണ്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല. പക്ഷെ ഇതുവരെ നമ്മൾ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ച നമ്മൾ വീഡിയോയിലൂടെ കാണിക്കും. ഓക്കെ. ഹായ് മച്ചാമാരെ. അപ്പം നമ്മളിപ്പം ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം 3:05 നമ്മളെ ബസ് വരുന്നത് 5 മണിക്കാണ്. ഇനിയിപ്പം കുറച്ച് സമയം ഇവിടെ വിശ്രമിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ടാണ് ഇനി നമ്മൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കാൻ പോകാനായിട്ട്. ഓക്കെ. 5 മണിയാകുമ്പോൾ നമ്മൾ ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടുപേരും നമ്മളെ പ്ലാന്റേഷനിലേക്ക് പോകുന്ന ബസ്. അപ്പോൾ ബസ്സിന് നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. ബസ്സിനകത്ത് കയറി ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കും, കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് സീറ്റ് ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും ബസ്സിനകത്ത് ആരുമില്ല, നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. വീഡിയോ അവിടെ കാണാം. 5 മണിയാകുമ്പോൾ നമ്മൾ ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടുപേരും നമ്മളെ പ്ലാന്റേഷനിലേക്ക് പോകുന്ന ബസ്. അപ്പോൾ ബസ്സിന് നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. നോക്കണ്ട ഉളക്ക്. അങ്ങനെ നമ്മൾ രണ്ടും ബസ്സിനകത്ത് കയറി ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കും, കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് സീറ്റ് ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും ബസ്സിനകത്ത് ആരുമില്ല, നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. വീഡിയോ അവിടെ കാണാം. അവിടെ എവിടെ നിന്ന് എത്ര മണിക്കാ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 5 മണിക്ക്. നമുക്ക് അവിടെ നിന്ന് തിരിച്ചുണ്ടല്ലോ. ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാഴ്ചകളൊക്കെ എന്തൊക്കെയായിരിക്കും കാണാൻ പറ്റുന്നത്? രാത്രികാലങ്ങളിൽ പോണെന്നുണ്ടെങ്കിൽ മിക്കവാറും ആനയുണ്ടാവും, ചിലപ്പോൾ പ്ലാവ്, അങ്ങനെ. ഈ മലക്കമ്പാറയെന്ന് പറഞ്ഞ റൂട്ടും അത് എത്ര മണിക്കാണ് ബസ്? അതുകൊണ്ട് രാവിലെ 7:50 ഒരു 12:30 ഉണ്ട്. പിന്നെ ഒരു 3:10, 3:20, 5:10. പിന്നെ ഈ റൂട്ടിൽ ഇപ്പൊ നമ്മള് പോകുന്ന ഒറ്റ ടൈമേ ഉള്ളൂ, അതോ പിന്നെ വൈകിട്ടാണോ? 2 വണ്ടി സ്റ്റേ വണ്ടി. 2 വണ്ടി സ്റ്റേ വണ്ടിയാണ്. 2 വണ്ടി പോയാൽ അപ്പൊ ഇവിടെ വന്നിട്ട് മറ്റേ വണ്ടിയില്ലേ കത്തതില്ല. നമ്മളെ ബസ് KSRTC സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നല്ല എന്നുവെച്ചാൽ ഈ വണ്ടിയുടെ ശബ്ദമുള്ളതുകൊണ്ട് കേൾക്കാൻ പറ്റത്തില്ല. അതെന്താണ് ഞാൻ ഇപ്പം ഈ വോയിസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തണുപ്പും നല്ല എന്നുവെച്ചാൽ ഇപ്പം വണ്ടിയൊക്കെ എല്ലാവരും സ്റ്റാർട്ടായിട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്നുവെച്ചാൽ നേരം വെളുക്കാറാവുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. അത് അവിടെ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകൾ ഞാൻ വീഡിയോക്കകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് ഈ ആനയൊന്നും ഞാൻ ഇപ്പം സൂം ചെയ്ത് കാണിച്ചു എത്രത്തോളം കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അതായത് നേരം ഇപ്പം ഏകദേശം വെളുത്ത് വരുന്നിട്ടേ ഉള്ളൂ. നമ്മൾ ഇപ്പം ഈ പോകുന്ന വഴിക്കുള്ള ആനക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അത് മാക്സിമം ഞാൻ വീഡിയോക്കകത്ത് കാണിക്കാം. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് റോഡിൻ്റെ നടുവിലായിട്ട് പശുക്കൾ
അവർ ജസ്റ്റ് കാണാം. അപ്പം നമ്മൾ ഹോൺ അടിച്ചപ്പോഴത്തേക്ക് വണ്ടി തട്ടുമ്പോഴത്തേക്കാണ് അവർ എണീറ്റ് മാറുന്നത്. അപ്പം മൊത്തം കാടാണ്. വീഡിയോയിൽ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ ഈ ആന പിന്നെ നമ്മൾ ഒരു ഏറ്റവും അവസാനം നേരം വെക്കാനായപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്കൊരു വീഡിയോ ആന നന്നായിട്ട് നമുക്ക് അടുത്ത് നിൽക്കുന്നിട്ട് കാണാൻ പറ്റും. ആദ്യമൊക്കെ ആന അപ്പം ദൂരെയാണ് നിൽക്കുന്നത്. മാക്സിമം അപ്പം ഇതുവഴി നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നേരം നല്ലോണം ഉരുട്ട് ഏകദേശം വെളുത്ത് വരുന്നുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ ഈ സൈഡിൽ മൊത്തം നദിയെ കൊണ്ട് നോക്കുമ്പോഴത്തേക്കും വിളിക്കുന്നത് ആന ദൂരെയായിട്ട് നിൽക്കും. വെള്ളത്തെ ആനക്കൂട്ടങ്ങളുണ്ട്. പിന്നെ നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് തിരിച്ച് പറ്റുന്ന നേരം വെളുത്തിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ആനയെ പറ്റുന്ന ഞാൻ വീടിക്കകത്ത് കാണിക്കാം. പക്ഷെ ഒരുപാട് ദൂരെയാണെങ്കിൽ നമുക്ക് മാക്സിമം സൂം ചെയ്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഭാഗത്തും എല്ലാം ആനയുണ്ട്. KSRTC അവിടെ നോക്കുമ്പോൾ ദൂരം ആന നിൽക്കുന്നവർ കാണും. തിരിച്ചു അങ്ങനെ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരുന്ന വഴിയിൽ നമ്മൾ പോകുന്നു. അപ്പം ഈ വീഡിയോ മൊത്തം കാണാൻ പറ്റും. ചുറ്റും കാണാം. അതായത് നേരം പരപര വെളുത്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. അപ്പം ഞാൻ ആനകളെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അത് രാത്രി ആകുമ്പോഴത്തേക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ അവിടെ കുറച്ച് വീടുകളും ഈ ചുറ്റും നോക്കുമ്പോഴത്തേക്ക് അവിടെ എല്ലാം കാണാം. പിന്നെ നമ്മൾ വന്ന KSRTC ബസ് കിടപ്പുണ്ട്. പിന്നെ ഒരു ജീപ്പും ഒരു ചെറിയൊരു പിക്കപ്പും, അതായത് ഈ കൊണ്ടുപോകുന്ന ലൈൻ കാപ്പിങ് കിടപ്പുണ്ട്. നമുക്ക് ഈ റൂട്ട് കഴിഞ്ഞാലേ നമുക്ക് തിരിച്ചു പോയിട്ട് നമുക്ക് ഈ വണ്ടി വന്നിട്ട് വേറെ റൂട്ട് നമുക്ക് പോകാനായിട്ടുണ്ട്. അതായത് ആതിരപ്പള്ളിങ്ങളെ പോയി കവർ ചെയ്യണം. അല്ല ഈ രണ്ട് വീഡിയോസ് നമ്മൾ 2 പാർട്ടാക്കി ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അത് വലിയ വീഡിയോ ആവുന്നതുകൊണ്ട് ലെങ്ത് ആവുന്നുണ്ട്. നമ്മൾ 2 പാർട്ടാക്കിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അണ്ണാ ഇപ്പം നമ്മൾ എവിടെ നിൽക്കേ? ഇപ്പം നമ്മൾ കാലടി പ്ലാന്റേഷനകത്ത് ഇരിക്കുകയാണ്. ഇപ്പം ആന ഒരു ഇത് എണ്ണപ്പന തള്ളിയിട്ടാണ് വണ്ടി പോകാതെ നമ്മളെ വണ്ടി ഇവിടെ തന്നെ കാടിന് നടുവിലല്ലേ നിൽക്കുന്നത്. ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോണ വഴിക്ക് മൊത്തം ആനയുടെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഒരു ക്ലാരിറ്റി നമ്മൾ തിരിച്ചു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല എടുക്കാം. അതില് കുറെ ക്ലിയർ എന്ന് വെച്ചാൽ വെട്ടം നേരം വെളുത്ത് വരുന്നപ്പോഴാണ് നമ്മൾ ആനയെ കണ്ടു തുടങ്ങിയത്. ഏകദേശം നമ്മൾ ഇപ്പൊ 10-12 ആനയെ കണ്ട്. പിന്നെ നമ്മൾ ആന കൂട്ടം കണ്ടിട്ടുണ്ട്. ഈ നിൽക്കുന്ന നമ്മളെ ചുറ്റും മൊത്തം കാണാം. അതായത് വീഡിയോ നോക്കാൻ ചുറ്റും മൊത്തം കാണാം. ഇവിടെയുള്ളവർക്ക് ആർക്കും യാതൊരു പേടിയോ ഭയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. പക്ഷെ എങ്ങനെയുണ്ടെന്ന് നല്ല തണുപ്പുണ്ട്. കാടെന്ന് വെച്ചാൽ നല്ല ഫോറസ്റ്റ് എന്നുവെച്ചാൽ ഇത് കണക്ക് ഇനി വേറെ റൂട്ടും കൂടെ ഉണ്ട്. പക്ഷെ നമ്മളവിടെ ഇപ്പം ഈ യാത്ര ചെയ്ത KSRTC 2 ചേട്ടന്മാരെ നല്ല കമ്പനിയാണ് അല്ലേ. എന്ന് വെച്ചാൽ അവരെല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു നമ്മൾ ചോദിക്കാൻ അതായത് നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ആന അതോ പോണ് എന്ന് വെച്ചാൽ അവരെ നിർത്തി വീഡിയോ എടുത്ത് കഴിഞ്ഞോ എന്നിട്ട് അവർ വണ്ടി എടുത്തോ. നല്ല സപ്പോർട്ടായിരുന്നു 2 ചേട്ടന്മാർ, ഒന്നും പറയില്ല. അവർ നല്ല അങ്ങനെ നമ്മൾ ആ 2 ചേട്ടന്മാരും അതായത് 2 കണ്ടക്ടർ ചേട്ടന്മാരും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആന എവിടെയാണോ നമ്മൾ അത് നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മൾ ആനയെ വിളിച്ച് നമ്മളെ നല്ല രീതിയിൽ നമ്മളെ വിളിച്ച് കാണിച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞു എന്നിട്ട് അവർ പോകും. നല്ല സപ്പോർട്ടീവായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉറങ്ങിയാണെങ്കിൽ അവർ വന്ന് ഇപ്പം ഞാൻ ജസ്റ്റ് ഉറങ്ങിപ്പോയായിരുന്നു. അത് ഈ കാട് കയറിയ സമയത്ത് ഉറങ്ങി. അപ്പോൾ എന്നെ വിളിച്ചുണർത്തിയിട്ടാണ് ഇത് കാണിച്ചു തന്നത്. അത്യാവശ്യം നമുക്ക് ഇന്നലെ ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ ആ ബാക്കിൽ കിടന്ന് ആ കാടും എല്ലാം വെട്ടി തീർത്തിട്ട് വേണം നമുക്കിനി ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വന്ന KSRTC ബസ്സിന് തൊട്ട് ബാക്കിൽ കിടപ്പുണ്ട്. വീഡിയോ കാണാം. തൊട്ട് ബാക്കിൽ കിടപ്പുണ്ട്. അങ്ങനെ നമുക്ക് ഇനി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ വരണമെന്ന് കാലത്ത് എവിടെ കാണിയുണ്ട്. സ്റ്റോപ്പ് അടിച്ചാൽ അപ്പൊ ഞാൻ അതിന്റെ തലവസം ഞാൻ വന്ന്
ആ ഭാഗത്ത് കുറച്ച് വൃത്തിയാക്കി നടന്നേട്ടാ. അത് കഴിഞ്ഞോണ്ട് ഇതൊക്കെ ഇടിഞ്ഞോണ്ട് അങ്ങനെ നമ്മളെ ബസ് ഇപ്പം പോയിട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ബസ് പാർക്ക് ചെയ്യാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ KSRTC ബസ്സിനകത്ത് ആരുമില്ല. കണ്ടക്ടർ എല്ലാവരും പുറത്തേക്കുന്നു, എൻ്റെ കൂടെ വന്ന ആളും പുറത്തേക്കുന്നു. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു. പിന്നെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. പിന്നെ ബാക്കിൽ അവിടെ നമ്മൾ ബസ്സിൽ നിന്ന് ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങി നിൽക്കുന്നു, ജോലിക്ക് പോകാനായിട്ടൊക്കെ. ഈ ഒരു ഭാഗം നമ്മൾ 2 ദിവസം മുമ്പ് ആന ഒന്ന് ഇടിച്ചിട്ടതാണ് ഈ കാണുന്ന ഭാഗമൊക്കെ. ഇതൊരു ബസ് സ്റ്റോപ്പാണ് ഇപ്പം. പിന്നെ ഇവിടെ ഒരു കുറച്ച് ബിൽഡിങ്സ് ഫുള്ളും ഫോറസ്റ്റിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ KSRTC ആണ്. നമ്മളിപ്പം നിൽക്കുന്ന ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിലാണ്. നമ്മളിപ്പം കാലടി പ്ലാന്റേഷനിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കാണ്. അപ്പോൾ 9:05 ഇവിടുന്ന് ബസ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മളങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇനി ആതിരപ്പള്ളിയുടെ വീഡിയോ വരുന്നത് അടുത്തൊരു എപ്പിസോഡായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയ യാത്ര എല്ലാം അടിപൊളിയായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പം നമ്മളിനി പുതിയ അടുത്ത വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ.